ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്റെ നേതൃത്വത്തിൽ കണക്കെടുപ്പ് തുടരുന്നു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ദ്വാരപാലക ശില്പപാളികൾ ഇന്ന് പരിശോധിക്കും. സ്ട്രോങ് റൂമിലെ പരിശോധന പൂർത്തിയായാൽ നാളെ ആറന്മുളയിലെ സ്ട്രോങ് റൂം പരിശോധിക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതായി സൂചന. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ.ഡി. സമൻസ് അയച്ചത് പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ. ഹാജരാകാതിരുന്നിട്ടും പിന്നീട് വിളിപ്പിക്കാത്തത് വിവേകിന്റെ പങ്കിന് വേണ്ടത്ര തെളിവില്ലാത്തതുകൊണ്ടെന്ന് ഇ.ഡിയുടെ വിശദീകരണം. മകന്റെ സമൻസിനെ കുറിച്ച് പാർട്ടിയിലും വിശദീകരിച്ചില്ലെന്ന് സൂചന. പ്രതിപക്ഷത്തിന്റെ സെറ്റിൽമെന്റ് ആരോപണത്തിൽ പ്രതിരോധത്തിലായി ബി.ജെ.പിയും. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. നടപടിയില്ലെങ്കിൽ ആരോപണ വിധേയരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് മുന്നറിയിപ്പ്. പേരാമ്പ്രയിൽ ചൊവ്വാഴ്ച രാഷ്ട്രീയ വിശദീകരണം നടത്താൻ LDF. അഫ്ഗാൻ പാക് അതിർത്തിയിൽ സുരക്ഷാ സേനകളുടെ ഏറ്റുമുട്ടൽ. നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായി സൂചന. 6 മേഖലകളിൽ പാക് സൈനിക പോസ്റ്റ് ആക്രമിച്ച് താലിബാൻ. തിരിച്ചടിച്ചെന്ന് പാകിസ്ഥാൻ. ഗാസ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി നാളെ. ട്രംപും മാക്രോണും സ്റ്റെയ്മറും ഉൾപ്പെടെ 20 ലോക നേതാക്കൾ സാക്ഷ്യം വഹിക്കും. ട്രംപിന് ആദരമർപ്പിച്ച് ടെൽ അവീവിൽ വൻ റാലി. ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUVകളിൽ പലതും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തവ. ഇത്തരം വാഹനങ്ങൾ വർഷങ്ങളായി നിരത്തുകളിലെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം. കസ്റ്റംസ് പിടിച്ചെടുത്ത 3 SUVകളുടെ ഉടമകളെ ഉടൻ ചോദ്യം ചെയ്യും. ഓപ്പറേഷൻ നുങ്കൂറിൽ പിടിച്ചെടുത്ത വാഹനം തിരിച്ചുകിട്ടാൻ കസ്റ്റംസിന് അപേക്ഷ നൽകാനൊരുങ്ങി ദുൽഖർ സൽമാൻ. രണ്ടാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ എറിഞ്ഞൊതുക്കാൻ ഇന്ത്യ. വെസ്റ്റ് ഇൻഡീസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിൽ. വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ പോർച്ചുഗലിന് ജയം. അയർലൻഡിനെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 1 ഗോളിന്. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ഇന്നും അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരും. അറ്റകുറ്റപ്പണി കഴിഞ്ഞ ദ്വാരപാലക ശില്പപാളികളാണ് അമിക്കസ് ക്യൂറി ഇന്ന് പരിശോധിക്കുക. ഒപ്പം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ പഴയ വാതിലുകളെ സംബന്ധിച്ചും കൃത്യമായ പരിശോധന നടത്തും. സന്നിധാനത്തെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാളെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ കണക്കെടുപ്പ് നടത്തും. പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, സന്നിധാനത്തെ പരിശോധന ഇന്നലെ ആരംഭിച്ചതാണ്. സ്ട്രോങ് റൂമിൽ ഇന്നലെ പരിശോധനയുണ്ടായിരുന്നു. ഇന്നും അത് നടക്കും. ഇന്ന് എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്? എപ്പോഴാണ് ഇന്നത്തെ പരിശോധന ആരംഭിക്കുക? മഴ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും 11 മണിയോടെ ആയിരിക്കും പരിശോധന സന്നിധാനത്ത് ആരംഭിക്കുക. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ആരംഭിക്കുക. ഇന്ന് പ്രധാനമായും ഈ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിയ ശേഷം തിരികെ ദ്വാരപാലക ശില്പങ്ങളിൽ ഘടിപ്പിക്കാനായി സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള 12 സ്വർണ്ണപ്പാളികളാണ് പരിശോധിക്കുന്നത്. ഒപ്പം ഈ വിജയമലിന്റെ സ്വർണം പൊതിഞ്ഞു നൽകിയ പഴയ വാതിലുകളെ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചും പരിശോധന നടക്കുന്നുണ്ട്. ഇതിനായി ദേവസ്വം ഗോൾഡ് സ്മിത്ത് അടക്കം ഈ പരിശോധനയിൽ ഈ ജസ്റ്റിസ് കെ.ടി. ശങ്കറിനോടൊപ്പമുണ്ട്. അതിനാൽ തന്നെ ഇതിന്റെ കാലപ്പഴക്കം, അതുപോലെ ഇതിന്റെ തൂക്കം, അതുപോലെ മറ്റ്, അതായത് അന്ന് വിജയമല്യ കൊടുത്ത നാൾ മുതൽ പിന്നീട് പുതുക്കാൻ കൊണ്ടുപോയ സമയത്തും ഒക്കെ ആയിട്ടുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള ഈ പുറത്തേക്ക് കൊണ്ടുപോയതാണ് സംബന്ധിച്ച് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള മാസ്റ്റർ രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒപ്പം സ്വർണം പൂശിയ പാളികളും സ്വർണ്ണപ്പീഠവും ഇവ പരിശോധിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സന്നിധാനത്ത് എത്താൻ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ ഇന്ന് പുതിയ കേസെടുത്ത സാഹചര്യത്തിലൊക്കെ SIT പുതിയ കേസുകൾ എടുത്ത സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകാൻ സാധ്യതയില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ മറ്റ് പരിശോധനകൾ എന്തായാലും ഇവിടെ ഇന്ന് പുരോഗമിക്കും. ഇത് പൂർത്തിയായാൽ നാളെ ആറന്മുളയിൽ പരിശോധനകൾ നടക്കും. ആറന്മുളയിലാണ് ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂം ഉള്ളത്. അവിടെ കൂടുതൽ
തങ്കയങ്കി അടക്കം വലിയ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. അവിടെയും കണക്കെടുപ്പ് നടക്കും. ഇന്നലെ നമുക്കറിയാം പ്രധാനമായും ദേവസ്വം രജിസ്റ്ററും മാസ്റ്ററും പരിശോധിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ എണ്ണം ഒത്തുനോക്കുകയും ആധികാരികത പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഭക്തർ നടക്കി വയ്ക്കുന്ന സ്വർണം, ചെമ്പ്, വെള്ളി എന്നിവ രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നതടക്കം ഇന്നലെ പരിശോധിച്ചിരുന്നു. ഇന്നും അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അടക്കം പരിശോധിക്കുക. നാളെ ആറന്മുളയിലെ പരിശോധനയും നടക്കും. ശരി, കണ്ണൻദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിന്റെ ഇന്നത്തെ പരിശോധന 11 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് കണ്ണൻ റിപ്പോർട്ട് ചെയ്തു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് SIT. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കാനാണ് നീക്കം. അതിനുശേഷം പ്രതിചേർത്ത മറ്റുള്ളവരുടെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണല്ലോ SIT. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയായിരിക്കും, അയാളാണ് ഒന്നാം പ്രതി. അതുകൊണ്ട് എന്നായിരിക്കും ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ? വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ SITയുടെ അത് എപ്പോഴായിരിക്കും? മായ, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനുള്ളൊരു നീക്കത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. കേസിൽ 10 പ്രതികളാണുള്ളത്. ഇതിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനായി ഈ SIT അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പകരം അഭിഭാഷകൻ ഹാജരാകുമെന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരാകുമോ അല്ലെങ്കിൽ എപ്പോഴാണ് ഹാജരാകുക എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. പക്ഷേ ഇതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെയും ചോദ്യം ചെയ്യുക. പ്രധാനമായും 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ദ്വാരപാലക ശില്പത്തിൽ നിന്നും മറ്റൊന്ന് കട്ടിളയിൽ നിന്നും ഈ സ്വർണം കവർന്നെടുത്തിട്ടുള്ള തരത്തിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 2 കേസുകളിലും ആദ്യം ചോദ്യം ചെയ്യുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതിയായി പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിജിലൻസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ കവർന്ന സ്വർണം ഒരു സുഹൃത്തിനെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ ഏൽപ്പിച്ചു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയും ആ വാദം ശരിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് ആരാണ് എന്നത് കണ്ടെത്തുക എന്നതും പ്രധാനമാണ്. അതിലേക്കും ഒരുപക്ഷെ SIT കടന്നേക്കും. ചെന്നൈയിലും ബംഗളൂരുവിലും ഈ അന്വേഷണം വ്യാപിപ്പിക്കും. ഏതായാലും നിലവിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയെ പ്രതിചേർത്തിട്ടില്ല. അത് മറ്റ് അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. കമ്പനിയെ പ്രതിചേർക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിലൊക്കെ തന്നെ എത്തുക. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലവിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഈ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തതയില്ല. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനായിരിക്കും ഹാജരാകുക എന്ന സൂചനയാണ് ലഭിക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് പ്രതികളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുക. ശരി ആദരം, മറ്റൊന്ന് ലൈഫ് മിഷൻ കേസിലാണ്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനെതിരെ ഇന്നലെ നമ്മൾ അറിഞ്ഞതാണ് ആ വാർത്തയൊക്കെ. ED 2023 സമൻസ് അയച്ചതാണ്. പക്ഷേ എന്നിട്ടും അയാൾ ഹാജരായില്ല. എന്തുകൊണ്ട് ഹാജരായില്ല എന്നതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതിനെക്കുറിച്ച് അത്തരത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് ഹാജരായില്ല എന്നതിന് ചില വിശദീകരണങ്ങൾ വരുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്ന് കേൾക്കുന്നു. അത് ഏത് വിധത്തിലാണ്? ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഈ 2023 കാലത്ത് ഈ ലൈഫ് മിഷൻ കേസ് കത്തി നിന്ന സമയത്താണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകനായ വിവേകിന് ED സമൻസ് അയക്കുന്നത്. ഈ മറ്റു പ്രതികൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ സമൻസ് അയച്ചിരുന്നു. ആ സമയത്ത് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ വിവേകിനും ഇത്തരത്തിലൊരു സമൻസ് EDയുടെ ഭാഗത്തു നിന്നും അയക്കുന്നത്. ഈ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിവേകിന് സമൻസ് അയച്ചത് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2023 ഫെബ്രുവരി 14 ED വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിലൊന്നും തന്നെ വിവേക് ഇത്തരത്തിൽ ഹാജരായിരുന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് വിവേകിനെ ED വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയോ ചെയ്തിരുന്നില്ല. അതിനുശേഷം എന്തുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. അതിന് വ്യക്തമായൊരു മറുപടിയില്ല. ഈ വിഷയം ഇത്തരത്തിൽ വിവേകിന് ED സമൻസ് അയച്ചത് മുഖ്യമന്ത്രി ഒരു തരത്തിലും അതിനുള്ളൊരു വിശദീകരണം നൽകിയിട്ടില്ല. പാർട്ടിയിൽ പോലും ഇതിനുള്ളൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളത്
എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന നൽകുകയോ ഇതിനൊരു വിശദീകരണം നൽകേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അത്തരത്തിലൊരു വിശദീകരണം മുഖ്യമന്ത്രി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. 2023 സരിത നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിവേകിനെതിരെ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ ആരോപണങ്ങൾ ഉയർത്തിയതിനു ശേഷം ഈ സമൻസ് അയച്ചത് എന്തിനാണ്, എന്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ സമൻസ് അയച്ചത് എന്നത് സംബന്ധിച്ചൊന്നും തന്നെ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു വിവരമോ നമുക്ക് ലഭ്യമല്ല. ഈ 4.5 കോടിയുടെ ഇത്തരത്തിൽ 4.5 കോടി രൂപയോളം ഇത്തരത്തിൽ വാങ്ങിയിരുന്നു എന്ന തരത്തിലൊക്കെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വിവേകിനെതിരെ ഒരു ED സമൻസ് അയക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ 2023 സമൻസ് അയച്ചതിന് ശേഷം അതിന് വിവേക് ഹാജരാകുന്നില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ ED വിവേകിനെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിലെ മറ്റു നടപടിക്രമങ്ങൾ എന്തായി എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. നടപടിക്രമങ്ങൾ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് പിന്നീട് ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ഉണ്ടായില്ല എന്നത് സംബന്ധിച്ചൊരു വിശദീകരണമൊക്കെ തന്നെ ഇപ്പോൾ വരുന്നില്ല. ഏതായാലും നിലവിൽ ഇതിനെതിരെ BJP ഉൾപ്പെടെ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. BJP CPM ബാന്ധവം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കേസിനെ ഒരു തുടച്ചു നീക്കുന്ന ഒരു ഘട്ടമുണ്ടായത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നിലവിൽ ഉയരുകയാണ്. ആതിരയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പേരാമ്പ്ര DYSP ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കോഴിക്കോട് DCCയുടെ തീരുമാനം. പേരാമ്പ്രയിൽ ഉണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. ഈ വരുന്ന 14-ന് പേരാമ്പ്രയിൽ പൊതുയോഗം സംഘടിപ്പിക്കും. വിവരങ്ങളുമായി വർഷ ചേരുകയാണ്. വർഷ, പേരാമ്പ്രയിലെ സംഘർഷം LDFും UDFും വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട്. അതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ഒറ്റ കാര്യം, ഷാഫിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മായ, ഷാഫി പറമ്പിൽ MPയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തെ സന്ദർശിച്ച നേതാക്കളും അതേപോലെ മെഡിക്കൽ ബുള്ളറ്റിനും അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. എങ്കിലും കോൺഗ്രസിന്റെ ആ ഒരു പ്രതിഷേധം അവസാനിക്കുന്നില്ല. കാരണം അത്ര വലിയൊരു ഗുരുതരമായ പരിക്കാണ് ഷാഫി പറമ്പിലിന് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോഴിക്കോട് DCC അറിയിക്കുന്നത്. പ്രാദേശിക തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും DCC അറിയിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ സർക്കാരിനെതിരെ സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു പ്രതിഷേധം അതിനെ മറച്ചു വെക്കാനുള്ളൊരു ഭാഗമായി മാറുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ പറയുന്നത്. അപ്പോഴും ഈ പ്രശ്നത്തിൽ നിന്നും പിന്നോട്ട് പോകാനില്ല എന്നുള്ളതാണ് DCCയുടെ തീരുമാനം. കാരണം വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് DCC പറയുന്നത്. അതേസമയം LDF ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഷാഫി പറമ്പിൽ MP ആണ് ഈ ഒരു ആക്രമണം ഉണ്ടാക്കിയത്, അല്ലെ ആക്രമണത്തിന് കാരണം ഷാഫി പറമ്പിൽ MP ആണ് എന്നുള്ളതാണ് LDF പറയുന്നത്. കഴിഞ്ഞ ദിവസം LDF നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാഫി പറമ്പിൽ MP പേരാമ്പ്ര DYFഐ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവർക്ക് അനുവദിച്ച സ്ഥലത്തേക്കാൾ കൂടുതൽ സ്ഥലം പ്രകടനത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഷാഫി പറമ്പിൽ MP പോലീസുകാരെ സമീപിച്ചത്. ശേഷം ആക്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് DYFഐയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് പൊട്ടിയത് എന്നുള്ള കാര്യമാണ് ഇന്നലെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ MP ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. വളരെ മോശം കാര്യമാണ് എന്നുള്ളതാണ് LDF മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അപ്പോഴും ഇത് LDFന്റെ തന്ത്രം അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഫലമാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത് എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഈ വരുന്ന 14-ന് പേരാമ്പ്രയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ LDF എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ നടന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ ഇലക്ഷൻ കാലമൊക്കെയാണ്, അപ്പോൾ അത്തരം കാര്യങ്ങൾ വാദങ്ങൾ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് LDF ഉദ്ദേശിക്കുന്നത്? മായ, ഇന്നലെ കഴിഞ്ഞ ദിവസം LDF പ്രവർത്തകർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങൾ സമാധാനപരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിലും തങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോയത്. UDF ആണ് അവിടെ പ്രതിഷേധം ഉണ്ടാക്കിയതെന്നുള്ള കാര്യമാണ് LDF നേതാക്കൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ച ശേഷം അവിടെ പേരാമ്പ്രയിൽ പൊതുയോഗം നടത്താനാണ് LDFന്റെ തീരുമാനം. തികച്ചും സമാധാനപരമായിരിക്കും എന്നുള്ള കാര്യമാണ് ഇന്നലെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ് അറിയിച്ചത്.
സ്ഥിതി ശാന്തമാക്കുക എന്നുള്ളതാണ് ഈ പൊതുയോഗത്തിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് എന്തായാലും LDF നേതാക്കൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺഗ്രസിന്റെ പ്രതിഷേധം താൽക്കാലികമായെങ്കിലും കെട്ടടങ്ങുന്ന സാഹചര്യത്തിൽ ഇവർ പൊതുയോഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങൾ യാതൊരുവിധ പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ പ്രകടനങ്ങൾക്കോ ഇല്ല, യോഗമാണ് നടത്തുന്നത് എന്നുള്ള കാര്യമാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ശരി, വർഷയാണ് കോഴിക്കോട് നിന്ന് പേരാമ്പ്ര സംഘർഷത്തിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാകും. LJP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായി BJP സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. അതേസമയം RJD നേതാവ് തേജസ്വി യാദവ് ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. സീറ്റ് വിഭജനവും പ്രചാരണ വിഷയങ്ങളും ചർച്ചയാവും. 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് കോൺഗ്രസും RJDയും വ്യക്തമാക്കുന്നത്. അതേസമയം ജൻസൂരജിന് പുറമെ AIMIM പാർട്ടിയും മത്സരരംഗത്തെത്തിയത് പ്രതിപക്ഷ സഖ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ബീഹാറിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു, പ്രചാരണങ്ങളൊക്കെ കടക്കുകയാണ്. എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയം? ആ കാര്യങ്ങളൊക്കെയാണല്ലോ എപ്പോഴും തർക്കങ്ങൾ വരിക. NDAയുടെ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയായി എന്ന് കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും NDA സംബന്ധിച്ച് അവരുടെ പ്രധാന കടമ്പ എന്ന് പറയുന്നത് LJPയെ അനുനയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിലവർ വിജയിച്ചു എന്നുള്ളതാണ് രാത്രി വൈകി വന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇനി സീറ്റ് വിഭജനം സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്കില്ല. ആ പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് NDA നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. BJP കേന്ദ്ര നേതൃത്വം അടക്കം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരും എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ BJPയുടെ സീറ്റുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് LJP ഏത് നിലപാടെടുക്കും എന്നുള്ളതായിരുന്നു. LJP കേന്ദ്രമന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തി അനുനയിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ NDA സംബന്ധിച്ച സീറ്റ് വിഭജന കാര്യങ്ങൾ പൂർണ്ണമായും അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം മറുവശത്ത് മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് ഇപ്പോഴും ഇത് പൂർത്തിയായിട്ടില്ല. പ്രത്യേകിച്ച് ഇടത് പാർട്ടികൾ തങ്ങളുടെ നിലപാടുകൾ ആവർത്തിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് രാവിലെ ഇപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ച വലിയ നിലപാട് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 12 സീറ്റില്ലെങ്കിൽ മറ്റു നീക്കങ്ങൾ നടത്തുമെന്നുള്ളതാണ് JAM വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ത്യശാസനം നൽകിയിരിക്കുന്നു മഹാഗഡ്ബന്ധന്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് നിലപാട് അക്കാര്യത്തിൽ ഇവരെടുക്കുമെന്നുള്ളതാണ് പ്രധാനമായി നിലനിൽക്കുന്നത്. നേരത്തെ ഇടത് പാർട്ടികൾ മാത്രമാണ് അത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ JAM കൂടി രംഗത്തെത്തിയതോടുകൂടി തന്നെ പ്രതിപക്ഷ നിരയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ജൻസൂരജ് പാർട്ടിയും അതുപോലെ തന്നെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും രംഗത്തെത്തിയത്. സ്വാഭാവികമായും നേരത്തെ ഒവൈസി ഒരു സീറ്റ് നേടിയ സംസ്ഥാനമാണ് ബീഹാർ. മാത്രമല്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള ന്യൂനപക്ഷ മേഖലകളിൽ കടന്നു കയറാൻ വളരെ കൃത്യമായി ഒവൈസിക്ക് കഴിയുകയും ചെയ്തിരുന്നു. ഇത്തവണ ഇതിനോടകം തന്നെ 100 സീറ്റിൽ മത്സരിക്കുമെന്നുള്ളതാണ് ഒവൈസി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ ഈ പാർട്ടി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയായിരിക്കും RJDക്കും കോൺഗ്രസിനും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് 17% ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് ബീഹാർ. അത് സ്ഥിരമായി കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ RJDയിലേക്കോ പോകുന്ന വോട്ടുകളാണ്. ആ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയാൽ അത് BJPക്ക് അതുപോലെ തന്നെ NDAക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് വരും. ആ കാര്യത്തിലാണ് വലിയ ജാഗ്രതയോടുകൂടി ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും RJDയുടെ സീറ്റ് വിഭജനവും ഒപ്പം മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്നതിനായി തേജസ്വി യാദവ് 11 മണിക്ക് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളതുമായ. പാക് അഫ്ഗാൻ അതിർത്തിയിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. 5 പാക് സൈനികർ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്നുള്ള 6 പ്രവിശ്യകളിൽ ശക്തമായ ആക്രമണമാണ് താലിബാൻ നടത്തുന്നത്. ബഹ്റാംഷാ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റും താലിബാൻ ആക്രമിച്ചു. താലിബാന് കനത്ത തിരിച്ചടി നൽകിയെന്ന് പാക് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. തെഹ്രിക്കെ താലിബാൻ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് അഫ്ഗാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. ഇന്നലെ പാക് അതിർത്തിയിലെ ഖൈബർ പ്രവിശ്യയിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ 20 സുരക്ഷാ ഉദ്യോഗസ്ഥരും 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം തെഹ്രിക്കെ താലിബാൻ ഏറ്റെടുത്തിരുന്നു. അതിർത്തി ജില്ലയിലെ പോലീസ് ട്രെയിനിംഗ് സ്കൂളിന് നേരെയും താലിബാൻ ആക്രമണം നടത്തിയിരുന്നു. ബന്ദി കൈമാറ്റത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ. ബന്ദി കൈമാറ്റം തുടങ്ങുന്നത് സംബന്ധിച്ച് ഇന്ന് വൈകിട്ടോടെ തീരുമാനത്തിലെത്തും. ഈജിപ്തിൽ
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നതോടെ ബന്ദി കൈമാറ്റം തുടങ്ങുകയും സമാധാന കരാർ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. ഗാസയിലെ സമാധാന പ്രഖ്യാപനത്തിനായി ട്രംപ് ഇന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടും. ഈജിപ്തിലും ഇസ്രയേലും ട്രംപ് സന്ദർശിക്കുമെന്ന് കേൾക്കുന്നു. ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കുകയും ചെയ്യും. നാളെയാണ് ഗാസ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി. 20 ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതേസമയം ഗാസയിലേക്ക് സഹായവുമായി 100 കണക്കിന് ട്രക്കുകളാണ് ഇന്ന് പ്രവേശിക്കുക. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാരെ മോചിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ടെലവീവിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി നടന്നു. ട്രംപിന് നന്ദി പറഞ്ഞായിരുന്നു റാലി. അതേസമയം ഇസ്രയേൽ സൈന്യം പിന്മാറിയതിനെ തുടർന്ന് ഗാസയുടെ വടക്കൻ മേഖലയിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 5 ലക്ഷം പലസ്തീൻ പൗരന്മാർ മടങ്ങിയെത്തിയതായി പലസ്തീൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. കൊല്ലം പട്ടാഴി മരുതമൺഭാഗം സ്വദേശിനിയായ 48 വയസ്സുകാരിയാണ് ഇന്നലെ മരിച്ചത്. കശുവണ്ടി തൊഴിലാളിയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സെപ്റ്റംബർ 23 മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 11 ദിവസത്തിനിടെ സംസ്ഥാനത്തെ 3ാമത്തെ മരണമാണ് ഇത്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഇടിമിന്നലിനോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 15-ാം തീയതി വരെ സംസ്ഥാനത്ത് മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ SUVകളിൽ പലതും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തവയാണ്. ഇത്തരം വാഹനങ്ങൾ വർഷങ്ങളായി നിരത്തുകളിലുണ്ട് എന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിൽ അന്വേഷണത്തിൽ വ്യക്തമായത്. അതേസമയം ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത 3 SUVകളുടെ ഉടമകളെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് കേൾക്കുന്നു. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ പലതും ഇപ്പോഴും ആദ്യ ഉടമസ്ഥന്റെ പേരിലാണ്. ഇതാകട്ടെ വ്യാജവും. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് പലതും ആദ്യ ഉടമയുടെ പേരിലാണെന്നും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്തതാണെന്നും വ്യക്തമായത്. ഡൽഹി, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ എന്നീ RT ഓഫീസുകളിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തിയാണ് ഈ വാഹനങ്ങളിലേറെയും എത്തിച്ചത്. ഭൂട്ടാൻ വാഹനങ്ങൾ പലതും ഉടമയുടെ പേരിലേക്ക് മാറ്റാനാകാത്തവയാണ്. അതിനാൽ സ്വാഭാവികമായും ഇവയ്ക്ക് ഇൻഷുറൻസും എടുക്കാനാകില്ല. അതേസമയം ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി കസ്റ്റംസ് കഴിഞ്ഞ ദിവസം 3 SUVകൾ പിടിച്ചെടുത്തിരുന്നു. ഒഴിഞ്ഞ പറമ്പിൽ മൂടിയിട്ട നിലയിലായിരുന്നു വാഹനങ്ങൾ. ഇതിൽ 2 നടൻ അമിത് ചക്കാലക്കലിന്റെയും 1 പാലക്കാട് സ്വദേശിയുടെയുമാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതോടെ ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 43ആയി. അമിത് ചക്കാലക്കലിനെയും പാലക്കാട് സ്വദേശിയെയും ഉടൻ തന്നെ കസ്റ്റംസ് മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മാതാപിതാക്കൾക്കായി സ്മൃതി മണ്ഡപം ഒരുങ്ങി. കൊല്ലം അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിനോട് ചേർന്ന് തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ അമ്മ ഭദ്രദീപം തെളിയിച്ചു. കുടുംബാംഗങ്ങളുടെയും മുതിർന്ന സന്യാസിമാരുടെയും ആശ്രമ അന്തേവാസികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അമൃതപുരി ആശ്രമത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്താണ് അമ്മയുടെ പിതാവ് സുഗുണാനന്ദനും മാതാവ് ദമയന്തിയമ്മയ്ക്കുമായി സ്മൃതി മണ്ഡപം ഒരുക്കിയത്. കുടുംബാംഗങ്ങളുടെയും മുതിർന്ന സന്യാസിമാരുടെയും ആശ്രമ അന്തേവാസികളുടെയും വിവിധ കരയോഗം പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അമ്മ സ്മൃതി മണ്ഡപത്തിൽ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് പിതാവിനും മാതാവിനുമായി സ്മൃതി മണ്ഡപം പൂർത്തിയാക്കിയത്.
ഏകദേശം അമ്മയുടെ ബർത്ത്ഡേക്ക് മുമ്പ് ഒരാഴ്ച മുമ്പേ തന്നെ ഞാൻ വന്ന് നിന്നാണ് ഇതിന് നിർദ്ദേശം കൊടുക്കുകയും അവസാനം ഈ മണിക്കൂറുകളെല്ലാം ചെയ്തു. അതിങ്ങനെയായി തീർന്നതിൽ വളരെ സന്തോഷം. സത്യത്തിൽ ഞങ്ങൾക്ക് അച്ഛനും അമ്മയും തിരിച്ചു കിട്ടി അവരുടെ ഓർമ്മകളും അവരുടെ കാര്യങ്ങളും എല്ലാം കാണുകയും എല്ലാവർക്കും വന്ന് കൂടാനും ഈ പറയുന്ന ഭക്തന്മാരുടെയും മറ്റ് സന്യാസി മക്കൾക്കുമൊക്കെ എല്ലാവർക്കും അച്ഛനും അമ്മയും തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയാണ് ഈ നിമിഷം മുതൽ ഞങ്ങൾക്ക് ഉള്ളത്. പൂർണ്ണമായും കരിങ്കല്ലിലാണ് സ്മൃതി മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികളാണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചത്. സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് പിതാവ് സുഗുണാനന്ദനും മാതാവ് ദമയന്തി അമ്മയ്ക്കും ഒപ്പമുള്ള അമ്മയുടെ ഓർമ്മ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ AKG നഗർ വഴി പോകണമെന്ന ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം തള്ളി ജീവനക്കാർ. ബസ്സുകൾ റൂട്ട് മാറി ഓടുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന റോഡ് അല്ല ഇതുവഴി ഉള്ളതെന്ന് ബസ് ജീവനക്കാരും നേരത്തെ ഇതുവഴി സർവീസ് നടത്തിയിരുന്നതായി നാട്ടുകാരും പറയുന്നു. സ്വകാര്യ ബസ്സുകൾ AKG നഗർ വഴി കടന്നുപോകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗതാഗത മന്ത്രിക്ക് റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ AKG നഗർ വഴി തന്നെ പോകണമെന്ന് ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചു. എന്നാൽ ഈ നിർദ്ദേശം പാലിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ. AKG നഗർ വഴി സർവീസ് നടത്താൻ റോഡിന് മതിയായ വീതിയില്ലെന്നതാണ് പ്രധാന പരാതി. 2 വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ പോലും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് പ്രദേശത്തുണ്ടാകും. അവധി ദിവസങ്ങളിൽ പോലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണെന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ഇത് ഇരട്ടിയാകുമെന്നുമാണ് ജീവനക്കാരുടെ പരാതി. ഇതുവഴി സർവീസ് നടത്തുമ്പോൾ പലപ്പോഴും വീടുകളുടെ മതിലുകളിലും പടികളിലും തട്ടി ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയും ഉണ്ടാകാറുണ്ടെന്നും റോഡ് വീതി കൂട്ടി സൗകര്യമുണ്ടാക്കി തരണമെന്നുമാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. സംഭവം നമുക്ക് ഇവിടെ വന്നിട്ട് വണ്ടി തിരിക്കാൻ പറ്റുന്നില്ല. ഇത് ചെറിയൊരു തരം വലിയ വണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് രാവിലെ തന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്കായി പോയി. ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ ബ്ലോക്കായി. ഇവിടെ നിന്ന് ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ കയറുന്നത് നമ്മൾ അങ്ങേറ്റം വരെ റിവേഴ്സ് എടുക്കണം. നമുക്ക് പിന്നെ ഈ സ്പോട്ടിൽ എത്താൻ പറ്റൂല. വേറെ കൂടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വേറെ കുറേ വണ്ടികൾ വരും, പ്രൈവറ്റ് ആരും വരും. പിന്നെ അവരോട്ട് അടി വിടണം. പയ്യെ രാവിലെ 5 മണിക്ക് എണീക്കുന്നതാണ്, രാത്രി 10 മണിയാകുമ്പോഴാണ് തീരുന്നത്. ഇങ്ങനെ ഇവിടെ വന്നിട്ട് പോകാൻ പറ്റുന്നില്ല. 3 ട്രിപ്പാണ് കട്ടായ. മുൻ വർഷങ്ങളിൽ ഇതുവഴി സർവീസ് നടത്തിയിട്ടുള്ളതായും കൃത്യമായ ഇടവേളകൾ പാലിച്ചാണ് സ്വകാര്യ ബസ്സുകൾ എത്തുന്നതെങ്കിൽ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാമെന്നുമാണ് റെസിഡൻസ് അസോസിയേഷന്റെ നിലപാട്. ബ്ലോക്കിന്റെ കാരണം ഈ 3 ബസ്സും ഒരുമിച്ച് വന്നതാണ്. ആക്ച്വലി ഒരുമിച്ചല്ല വരേണ്ടത്, 3 ടൈമിലാണ് വരേണ്ടത്. രാവിലെ 2 ബസ് ഇങ്ങനെ ഒരുമിച്ച് വന്നു. ഈ റോഡിൽ ബ്ലോക്കായി. അവർ ഒരു ബസ് RTA കാണിക്കാൻ വേണ്ടിയിട്ട് അവർ റിവേഴ്സിലെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പം ഇവിടെ അങ്ങനെ പോകുള്ളെന്ന് പറഞ്ഞു. ആക്ച്വലി അങ്ങനെയല്ല, ഒരു ബസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിയും, അടുത്ത ബസ് വരുമ്പോൾ അതും തിരിഞ്ഞു പോകും. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് 3, 4, 5 ട്രിപ്പ് വന്നാൽ മതി. അത് ആ ട്രിപ്പ് നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ്. ഒരു 3-4 കൊല്ലമായിട്ടാണ് ഇത് ഒട്ടും ഒരു ബസ് പോലും വരുന്നില്ല. നേരത്തെ ഞങ്ങളൊക്കെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ അവരിവിടുന്ന് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നതാണ്. തങ്ങളുടെ റൂട്ടിലൂടെ ബസ് സർവീസ് നടത്തണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ന്യായമാണ്. എന്നാൽ അതിനോടൊപ്പം ബസ് ജീവനക്കാരുടെ ആശങ്കയും പരിഹരിക്കപ്പെടണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മൈജിയുടെ ഈ വർഷത്തെ ഓണം ഓഫറായ മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ അവസാനഘട്ട നറുക്കെടുപ്പ് കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷനിലെ പുതിയ ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലും കണ്ണൂർ താണയിലെ മൈ ഫ്യൂച്ചർ ഷോറൂമിലും നടന്നു. 5 കാറും 14 സ്കൂട്ടറുകളും 14 പേർക്ക് 1 ലക്ഷം രൂപ വീതം ക്യാഷ് പ്രൈസും 14 ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പും 14 പേർക്ക് 1 പവന്റെ ഗോൾഡ് കോയിനുമാണ് അവസാനഘട്ട നറുക്കെടുപ്പിൽ സമ്മാനമായി നൽകിയത്. കോഴിക്കോട്ടെ ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ മൈജി ചെയർമാൻ AK ഷാജി, MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, PT റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. 25 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഒരുക്കിയ കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഓഫറാണ് മൈജി ഓണം മാസ് ഓണം സീസൺ 3. വമ്പൻ ഓണം ഓഫറിന് മൈജിയുടെ 140-ൽ പരം ഷോറൂമുകളിലും ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത്. സമ്മാനങ്ങൾ എല്ലാം കാത്തിരിപ്പ് ഒഴിവാക്കിക്കൊണ്ട് കാലതാമസമില്ലാതെയാണ് മൈജി ഭാഗ്യശാലികളിൽ എത്തിക്കുന്നത്. ഡൽഹി ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ എറിഞ്ഞൊതുക്കാൻ ഇന്ത്യ. വെസ്റ്റ് ഇൻഡീസ് 1-ാം ഇന്നിംഗ്സിൽ 4-ന് 140 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 518 റൺസിന് ഡിക്ലെയർ ചെയ്തിരുന്നു. 378 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. രവീന്ദ്ര ജഡേജ 3 വിക്കറ്റ് വീഴ്ത്തി. കുൽദീപ് യാദവ് 1 വിക്കറ്റും വീഴ്ത്തി. യശസ്വി ജയ്സ്വാളിൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്.
വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. മത്സരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വിശാഖപട്ടണം VDCA സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ട ഇന്ത്യ തങ്ങളുടെ 3ാം വിജയം ലക്ഷ്യമിട്ടാണ് ഇന്നിറങ്ങുന്നത്. ഇരുവരും ഏകദിനത്തിൽ ഏറ്റുമുട്ടിയ 59 മത്സരങ്ങളിൽ 48ലും ഓസ്ട്രേലിയ ജയിക്കുകയായിരുന്നു. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്ന് ഇന്ത്യൻ താരം സ്നേഹ റാണ പ്രതികരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ പോർച്ചുഗലിന് ജയം. എതിരില്ലാത്ത ഒരു ഗോളിനാണ് അയർലൻഡിനെ പരാജയപ്പെടുത്തിയത്. ഇഞ്ചുറി ടൈമിൽ റൂബൻ നെവസ് ആണ് പോർച്ചുഗലിനായി വിജയ ഗോൾ നേടിയത്.